അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തനബിയോട് പറയുന്നു വജഅൽതുൽ ഗിനാ ബൈന യദൈ, അവന്റെ മുമ്പിലേക്ക് ഞാൻ സമ്പന്നത ഇട്ടു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്. അവന്റെ മുമ്പിലേക്ക് സമ്പന്നത ഇട്ടു കൊടുക്കുമെന്ന് പറഞ്ഞാൽ, ഐശ്വര്യത്തെ അഭിവൃദ്ധി ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ, അവന് ദാരിദ്ര്യമില്ല, അവന് കഷ്ടപ്പാടില്ല. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഈ പറഞ്ഞ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ, ഈ പറഞ്ഞ സൽവൃത്തി നിങ്ങൾക്ക് ലഭിക്കാൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? അല്ലാഹു പറയുന്നു, മൻ ആസറ ഹവായ അലാ ഹവാ, സ്വന്തം ഇഷ്ടത്തെക്കാൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തെ തിരഞ്ഞെടുത്തവരാരാണ്? സ്വന്തം താല്പര്യങ്ങളെക്കാൾ അല്ലാഹുവിന്റെ കൽപ്പനകളെ തിരഞ്ഞെടുത്തവരാരാണ്? അവർക്ക് ഈ 4 സഹായം ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിന്റെ സമയമായി, നിനക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, നിനക്ക് ഒരുപാട് അസുലഭ നിമിഷങ്ങളുണ്ട്, അതിനെ മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്ന ഇഷ്ടമാ പറയുന്നത്. അല്ലാഹുവിന്റെ പള്ളി മിനാരത്തിലൂടെ ബാങ്ക് വിളിക്കുമ്പോ നിനക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അവിടെ അതല്ല. മൻ ആസറ ഹവായ, അല്ലാഹുവിന്റെ ഇഷ്ടത്തെ നീ തിരഞ്ഞെടുക്കുകയാണ്. എന്റെ ഇഷ്ടം മാറ്റിവെക്ക, എന്റെ ആവശ്യങ്ങൾ മാറ്റിവെക്ക, എന്റെ കാര്യങ്ങൾ മാറ്റിവെക്ക. അതാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു. ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഇഷാം എന്ന് പറയുന്ന പാട്ട് പാടുന്ന, മദ്ഹ് പാടുന്ന ഒരു മോനുണ്ട്. ആ മോന് മദ്ഹ് പാട്ട് എഴുതാൻ വേണ്ടി മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും പഠിച്ചു നോക്കിയപ്പോ, അല്ലാഹുവേ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഇഷ്ടത്തെ തിരഞ്ഞെടുത്തവരാണ്, അല്ലാഹുവിന്റെ തൃപ്തിയെ തിരഞ്ഞെടുത്തവരാണ്. ദുനിയാവിന്റെ മോഹങ്ങളെ, ദുനിയാവിന്റെ ആഗ്രഹങ്ങളെ, സ്വന്തം താല്പര്യങ്ങളെ മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ ഇഷ്ടത്തെ തിരഞ്ഞെടുത്തവരാണ്. അങ്ങനെ ചെയ്യുന്ന പാപി നിഷേധിക്കാറുണ്ടോ? അല്ല പറഞ്ഞ നിസ്കാരമല്ലേ, കാല് വേദനിക്കുന്നു, തിരക്കുകളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, എന്നാൽ സാരമില്ല, പടച്ചവന്റെ തീരുമാനമല്ലേ, അല്ലാഹുവിന്റെ ഇഷ്ടമല്ലേ, അത് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിന് അല്ല തരുന്ന സമ്മാനമാണ് ഈ 4 ഭാഗം പറഞ്ഞ സഹായം. ആ തിരഞ്ഞെടുപ്പിന് അല്ല തരുന്നതാണ്. അല്ലാഹ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു സാമ്പത്തികം ചോദിച്ചാൽ 1 ലക്ഷം രൂപ ചോദിക്കുന്നു, ഉദാഹരണത്തിന് വെക്കാം. 1 ലക്ഷം രൂപ ചോദിക്കാൻ നിങ്ങൾക്കത് കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടായിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ല. ചില ആളുകൾ ആ പൈസ അങ്ങനെ മുറുകെ പിടിക്കാണ്. അതായത് അത് പിടിക്കുമ്പോ അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ദുനിയാവിൽ ചെയ്യാനുണ്ട്, മുസ്ലിയാർ പറയുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരുപാട് ആളുകളുണ്ട് ലോകത്ത്. അതങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. ആ മോളെ കല്യാണം വരാനുണ്ട്. ഈ 1 ലക്ഷം രൂപ ഉണ്ടെന്നല്ല അതൊന്നും നടക്കുക. പക്ഷെ എന്നാലും മൂപ്പരെ ധാരണ എന്താ? ഇതാണ് എനിക്കത് ചെയ്യണം, ഇത് ഇവിടെ കൊടുത്താൽ എനിക്ക് അങ്ങ് ദാരിദ്ര്യം വരുമെന്നൊരു തോന്നൽ വരാ മനസ്സിൽ. ഇതിവിടെ കൊടുത്തു പോയാൽ എനിക്കെന്തോ വന്നുപെടുമെന്ന്. അതായത് 20 ഷർറുകളെ, 20 വിപത്തുകളെ ഒരു സ്വതക്ക കൊണ്ട് അല്ലാഹ് മാറ്റുമെന്നാണ്. 20 ഷർറുകളെ ഒരു സ്വതക്ക കൊണ്ട് അല്ലാഹ് മാറ്റും. ഒരു മനുഷ്യന്റെ 4 ഭാഗത്തും 99ലധികം മരണകാരണങ്ങൾ ഓരോ ദിവസവും ഒരു മനുഷ്യന്റെ ചുറ്റുണ്ടാവും. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അല്പം നെറുകയിൽ കയറിയാൽ മതി, ബാത്റൂമിലേക്ക് കയറുമ്പോൾ കാല് വഴുതി വീണാൽ മതി. ഈ കാരണങ്ങളൊക്കെയും സലാമത്തായി പോകുന്നത് നമ്മുടെ സ്വതക്ക കൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ കരുതി പോകണ്ട. എല്ലാവരും സ്വതക്ക ചെയ്ത് വിജയിച്ചവരല്ലേ? എല്ലാവരും സ്വതക്ക ചെയ്ത് വിജയിച്ചവരല്ലേ? ആരാണ് അല്ലാത്തത്? കോടീശ്വരന്മാരായി മരണപ്പെട്ട അള്ളാഹുവിന്റെ വിശ്വാസികളുടെ പേര് നിങ്ങളൊന്ന് പറയും. കണ്ണൂർ ജില്ലയിലുണ്ടോ? അല്ല, കോടിപതിയായിട്ട് മരണപ്പെട്ട, ആർക്കും സ്വതക്ക ചെയ്യാതെ മരണപ്പെട്ട ഈമാനുള്ള മുത്തക്കിയ ഒരു മനുഷ്യൻ കണ്ണൂർ മരിച്ച ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടോ? ഉണ്ടാവൂല. ലോകം മുഴുവൻ ഞാൻ കുറെ പരിശോധിച്ചത്, ആരുണ്ടാവൂല. എല്ലാം കൊടുത്തിട്ട് തന്നെ പോയത്. മരണപ്പെട്ടു പോയാളെ കുറിച്ച് ആലോചിച്ചാലും ജീവിച്ചിരിക്കുന്ന ആചാര്യന്മാരെ കുറെ ആൾക്കാരെ നോക്കിയാലും ഒരുപാട് പണം ഉണ്ടാക്കി അവർ കൊടുത്തു. ഈ കൊടുക്കുന്നവരൊക്കെ പൈസ ഇങ്ങനെ അച്ചടിക്കല്ല, അവര് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുകയാണ്. ഇപ്പൊ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മളെ മുസ്തഫ സാഹിബ്, ഇതാണ് അദ്ദേഹത്തിന്റെ വീട്ടു അല്ല സ്ഥലത്തിന്റെ പേര് എന്താണ്? കാക്കട അല്ലല്ലോ, മാങ്കടവ്. ഞാൻ അവിടെ പ്രസംഗത്തിന് പോയിട്ടുണ്ട് മാങ്കടവിൽ. അദ്ദേഹത്തിന് പൈസ അച്ചടിക്കല്ല, കഷ്ടപ്പെടാൻ വലിയ സാമ്പത്തികമൊന്നുമില്ല, പാവപ്പെട്ടവനാണ്.
കുലുക്കല്ല, മരം ഇങ്ങനെ നട്ടിട്ട് കുലുക്കൊന്നുമില്ല. സ്നേഹസാഗരത്തിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മോന് വേണ്ടി നടത്തുന്ന സ്നേഹസാഗരത്തിന്റെ പ്രവർത്തകനാണ്. ഒരു അത്യാവശ്യം എനിക്ക് വന്നു നോക്കട്ടെ, മൊബൈലിൽ ഞാൻ ഒരു മെസ്സേജ് അയക്കണം, പുസ്തകമൊക്കെ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു സർജറി ഉണ്ട്, ഒരു രോഗി ഹോസ്പിറ്റലാണ് ഉള്ളത്, എൻ്റെ കയ്യിൽ ഇപ്പൊ സാമ്പത്തികമൊന്നുമില്ല, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സംഭവം, ആ സർജറിക്കോ അല്ലെങ്കിൽ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട അടക്കത്തിനോ എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ പിന്നെ ഞാനിപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാളെ അങ്ങനെ ആവും, അങ്ങനെ ചിന്തയിലേക്ക് പോകലല്ല ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ഈ പറഞ്ഞ 4 സഹായങ്ങൾ ഉണ്ടാവണമെങ്കിൽ അള്ളാന്റെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കൽ. അള്ളാന്റെ ഇഷ്ടമേതാണ്? അള്ളാഹുവിന് ഇഷ്ടമേതാ? ഈ പ്രിയപ്പെട്ട മക്കളെ മുഴുവനും കണ്ണൂർ ടൗണിലൂടെ ലഹരിയും കഞ്ചാവും ഒടിച്ച് നടത്തലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നോക്ക്, 17, 18, 15, 16, 14 വയസ്സായ മക്കൾ ഇവിടെയുണ്ട്. ഇന്ന് പുറത്തുള്ള മക്കളുടെ അവസ്ഥ എന്താ? നിങ്ങൾ പറയുമ്പോ ഇന്ന് പുറത്തുള്ള മക്കളുടെ അവസ്ഥ എന്താ? ഈ കേരളത്തിന്റെ ആഘോഷമാണെന്ന് വരുത്തി തീർത്ത ഓണത്തിന് ഒരു സ്കൂളിൽ ഓണാഘോഷം നടക്കുമ്പോ അതിന്റെ മതിൽക്കെട്ടിന്റെ പുറത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നോ? നിങ്ങളുടെ മക്കളെ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കണം, അവിടെ പോയിരിക്കും. വോളണ്ടിയർമാരെ കൊണ്ട് സഹിക്കാൻ പോയില്ല റബ്ബേ. അവിടെ പോയിരിക്കും, ഇത്രയും വോളണ്ടിയർമാരൊന്നും വേണ്ട, അവിടെ പോയിരിക്കും, എല്ലാവരും അവിടെ പോയിരിക്കും. അതാണ് ചെയ്യാൻ റബ്ബേ, സഹിക്കാൻ വയ്യ. പറയണ ജോലി ചെയ്യത്തില്ല, ബഹളമാണ്. ഇനി സംസാരിക്കരുത് കേട്ടോ, ഇനി സംസാരിച്ച ബിൽഡിങ്ങിന് ഞാൻ പൈസ ഇരിക്കൂല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുക. വലിയ ഉസ്താദ്മാരെ സാഹസാണെങ്കിലും ചെറിയ തങ്ങന്മാരെ, അത് ഞാൻ പ്രസംഗത്തിന്റെ ശൈലിയാണ്. പ്രസംഗം കഴിയുമ്പോൾ നമ്മൾ വേറെ നോർമലിലേക്ക് ഇപ്പൊ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇനി ബഹളം ഉണ്ടാക്കരുത്. ചോദിക്കും വെച്ചിരുന്നത്. അപ്പോ ആ പ്രിയപ്പെട്ട സഹോദരി വീഡിയോ എടുക്കാണ്. എങ്ങനെയാണ് വീഡിയോ എടുക്കുക? കുടിച്ച് കൂത്താടി സ്കൂളിന്റെ പുറകിലെ മതിലിന്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ മരന്ന് കിടക്കാണ്. അതും ഒരു അമ്മയോ ഒരു ഉമ്മയോ പ്രസവിച്ച മോനല്ലേ? ഒരമ്മയോ ഒരു ഉമ്മയോ പ്രസവിച്ച മോനല്ലേ? 17, 18 വയസ്സായ മക്കള്. അല്ലാഹുവിന് ഇഷ്ടം അങ്ങനെ നടക്കലാണോ? അതല്ല, ഇങ്ങനെ ഞാൻ സലാത്തില്ല പറയുമ്പോ മുത്തുനബിയുടെ പേരിൽ സലാത്തില്ല. മദീന കാണാത്ത മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോ കൈ ഉയർത്തിയിട്ട് നെഞ്ചു പൊട്ടുന്ന ഇതുപോലത്തെ മക്കളാക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നിങ്ങൾ ഓർത്തു നോക്ക്, ഈ മക്കളുടെ ഉമ്മാക്ക് കിട്ടുന്ന ഭാഗ്യം വേറെ ഏത് ലോകത്താർക്കാണ് കിട്ടുക? വേറെ ഏത് മക്കൾക്കാണ് കിട്ടുക? ഇതുപോലെ കോടിക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുക്കണം. അതിന് നമുക്ക് ഈ പൂച്ച ചാടുമ്പോ പൊട്ടി വീഴുന്ന ബിൽഡിംഗ് അല്ല വേണ്ടത്. നല്ല ഇസ്ലാമിന്റെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഭംഗിയില് എല്ലാം വളരെ ഭംഗിയിൽ ചെയ്യുമ്പോ ദീനിന്റെത് മാത്രം പട്ടിയും പൂച്ചയും കയറുന്നതും മലമൂത്ര വിസർജനം നടക്കുന്നതും ഓടിളകി വീഴുന്നതും അതാവാൻ പാടില്ല. അത് നല്ല സ്റ്റാൻഡ് എല്ലായിടത്തും മാറ്റണമെന്ന് ഞാൻ പറയാം. പാപ്പിനിശ്ശേരിയിൽ മാത്രമല്ല, എല്ലായിടത്തും പുതിയ പുതിയ മനോഹരമായ ബിൽഡിങ്ങുകൾ വരണം. അതിന്റെ ഫ്രണ്ടില് ഈ നാടിന് വേണ്ടി ദീനി വിപ്ലവം നടത്തിയ മഹാന്മാരെ പേരെഴുതി വെക്കണം. ഈ നാടിന് വേണ്ടി PKP ഉസ്താദിനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റും? നിങ്ങൾക്ക് മറക്കാൻ പറ്റും? ആ പ്രിയപ്പെട്ട ജീവിതം മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തിട്ട് പോയ ആ മഹാന് വേണ്ടിയിട്ട് നിങ്ങളൊരു 100 ചുടുകല്ല്, ഒരു 100 കല്ല് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂലി കിട്ടൂല എന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ പ്രതിഫലം ആദ്യം എത്തുന്നത് PKP ഉസ്താദിന്റെ ഖബറിലേക്കല്ലേ? ഉസ്താദിന്റെ പേരിൽ ഒരു ബിൽഡിംഗ് ആവുമ്പോ അതിനകത്ത് നടക്കുന്ന എല്ലാ ഇൽമിന്റെയും കൂലി ഉസ്താദിനല്ലേ കിട്ടുക? അങ്ങനെ കിട്ടുമ്പോ അതിന് കാരണക്കാരാകാൻ ഒരു 10,000 രൂപ, ഒരു സ്വർണ്ണ കമ്മല്, ഒരു മോതിരമൊക്കെ കൊടുത്താൽ നിങ്ങൾക്കത് ദുനിയാവിൽ നഷ്ടമാണെന്ന് തോന്നിയാൽ നിങ്ങൾ കൊടുക്കണ്ട. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവര് നാളെ ഈ സമയത്ത് എന്റെ നാട്ടിൽ 3 മരണമാണ്. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇന്ന് നാട്ടിലേക്ക് കണ്ണൂരിലേക്ക് തിരിക്കുന്നത് വരെ 3 മരണമാണ് നടന്നത്. ഒന്നൊരു പ്രായം ചെന്ന മീരാ സാഹിബ് എന്ന് പറയുന്ന പിതാവ്. അവിടെ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ദുആ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അല്ലാഹുവേ, നീ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. രണ്ടാമത്തെ നമ്മുടെ ജമാഅത്തിന് മുൻ സെക്രട്ടറി ആയിരുന്ന നാസർ സാഹിബ് കിഡ്നി തകരാറായിരുന്നു, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മരണപ്പെട്ടുപോയി. അല്ലാഹുവേ, നീ പുറത്തു കൊടുക്ക റബ്ബേ. മൂന്നാമത്തത് നിസാം എന്ന് പറയുന്ന ഒരു മകൻ ആത്മഹത്യ ചെയ്തതാണ്. കാരണം എന്തെന്നറിയില്ല. ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ്. ഉമ്മ ചൂടായാൽ, ഭാര്യ പിണങ്ങിയാൽ, കൂട്ടുകാരൻ പൈസ കടം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഞരമ്പ് മുറിക്കാണ്, ആത്മഹത്യ ചെയ്യാണ്. അല്ലാഹ് ഇല്ല, റസൂലില്ല, ദീനില്ല, ഒന്നുമില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. അവിടേക്ക് നമ്മുടെ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അല്ലാഹ് പറയാൻ, നിങ്ങളുടെ ദുഃഖം ഞാൻ മാറ്റിത്തരാം, നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റിത്തരാം, നിങ്ങളുടെ സങ്കടം മാറ്റിത്തരാം, നിങ്ങൾക്ക് അഭിവൃദ്ധി ഞാൻ തരാം, നിങ്ങൾക്ക് ഐശ്വര്യം തരാം. പക്ഷേ നിങ്ങൾ എന്റെ ഇഷ്ടത്തെ തിരഞ്ഞെടുക്കണം. ബാങ്ക് വിളിച്ചാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ.
പിന്നെ എന്തുമുള്ളൂ, അത് കഴിഞ്ഞിട്ടേ പിന്നെ എന്തുമുള്ളൂ. ഓരോ സഹാബത്തിന്റെയും ചരിത്രം നോക്ക്, ഓരോ ദീനിനു വേണ്ടി പടപുരുതിയുടെയും ചരിത്രം നോക്ക്. അള്ളാന്റെ ഇഷ്ടം കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ, അള്ളാഹുവിന്റെ ദീൻ കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ, ആ പടച്ചവന്റെ പൊരുത്തം കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ. ബാക്കി ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ പിന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പൈസ പോലും കയ്യിലില്ലാത്തവരായി ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ കാരണം എന്തേ? മാ തറക മാലം വലാ ശൈആ, ഒരു തുണ്ട് തുണിക്കഷണം പോലും സ്വന്തമായിട്ടില്ല. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയത്. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെട്ടിട്ട് അതിനു വേണ്ടി കൊടുത്തത് കൊണ്ടാണ്. പറയാൻ വലിയ രസമാണ്, നിസ്കരിക്കാൻ വലിയ താല്പര്യമാണ്, വെള്ളക്കുപ്പായമിടാൻ വലിയ ആഗ്രഹമാണ്, നിസ്കാരപ്പഴമ്പ് തിളങ്ങി നിൽക്കും, ശരിയാണ്. പക്ഷേ താൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയ പണം അല്ലാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി കൊടുക്കാൻ പറയുമ്പോ അല്ലാഹു തന്ന തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന പിശുക്കിലേക്ക് എന്റെ പാപ്പിന് ശരിക്കാരെ, ഒരു രാജാവിനെ പോലെ മനസ്സുകൊണ്ട് അള്ളാന്റെ പൊരുത്തം നേടി ജീവിച്ചു വിട പറഞ്ഞു പോയ PKP ഉസ്താദിന്റെ നാട്ടിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അല്ലാഹുവേ പടച്ചവനെ ഖൈർ തരണേ അല്ലാ, ബറക്കത്ത് തരണേ അല്ലാ, അഭിവൃദ്ധി തരണേ അല്ലാ. അള്ളാന്റെ ഏറ്റവും വലിയ സഹായം നമുക്ക് ഇറങ്ങേണ്ടത് സത്യത്തിൽ ജീവിതത്തിലല്ല, സത്യത്തിൽ ജീവിതത്തിലല്ല. ജീവിതത്തിൽ പരീക്ഷണങ്ങളും വേവലും നോവലും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് സമാപിക്കുന്ന ഒരു സമയമുണ്ട്, സമാപന സമയമുണ്ട്. وأما إن كان من المقربين فروح وريحان وجنة نعيم. അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ മുഖർറബീങ്ങളിൽ പെട്ടുപോകുമ്പോ അവിടെയാണ് പടച്ചവന്റെ സഹായം ഇറങ്ങുന്നത്. ഫറൂഹും വറൈഹാനുൻ വജന്നത്തു നഈം. രണ്ട് സഹായമാണ് ആ സമയത്ത് അല്ലാഹു നമുക്ക് ചെയ്തു തരേണ്ടത്. അത് രണ്ടും നിങ്ങൾ മരിക്കുമ്പോ കിട്ടിയാൽ എന്റെ പാപ്പിന് ശരിക്കാരെ നമ്മൾ രക്ഷപ്പെട്ടു. അതിലൊന്നാമത്തത് മൻകാന ആഖിറു കലാമി ഇൻദ മൗതിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരണപ്പെടലാണ്. ഉമ്മയെ വേദനിപ്പിച്ച മക്കൾക്കതിന് കഴിയൂല, കള്ളു കുടിക്കുന്ന മക്കൾക്കതിന് കഴിയൂല, ഹറാമ് തിന്നുന്ന മക്കൾക്കതിന് കഴിയൂല. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് തടസ്സമായ പാപങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. ഉമ്മമാരെ പോയി കാണണം, വാപ്പമാരെ സേവിക്കണം, അവരെ സ്നേഹിക്കണം. പ്രായാധിക്യത്തിന്റെ പടുങ്കുടിയിൽ വീണ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ കണ്ണീരിൽ എണീപ്പിക്കരുത്. എന്റെ സുഹൃത്ത് പറഞ്ഞതാണ്, എന്റെ ഉമ്മ ഇവിടെയുണ്ട് ഉസ്താദേ, ഉസ്താദിനോടുള്ള ബന്ധം കൊണ്ട് എന്റെ ഉമ്മാക്ക് ദുആ കൊടുക്കാൻ എനിക്ക് കഴിയുള്ളൂ. ഈ മജ്ലിസിൽ വന്ന ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ. ഉമ്മമാരെ കരയിപ്പിക്കരുത്. സ്നേഹസാഗരത്തിനകത്ത് 9 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്. 9 മക്കളെ പ്രസവിച്ചു. പക്ഷേ അവരിന്ന് കഷ്ടപ്പെട്ട് സ്നേഹസാഗരത്തിൽ ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് കൊണ്ടു നടക്കുന്നുണ്ട്. ആ മാതാവിന്റെ അടുത്തേക്ക് ആര് ചെന്നാലും അവർ എഴുന്നേക്കൂല. നൗഷാദ് ബാക്കവി വരുന്നു എന്ന് പറയുമ്പോ ആ ഉമ്മ എഴുന്നേക്കുന്ന സന്തോഷം കാണണം. അല്ലാ, അവര് പ്രസവിച്ചില്ലെങ്കിലും അല്ലാഹുവേ ആ 9 മക്കളും ചെയ്യാത്ത പലതും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ആ ഉമ്മയുടെ പൊരുത്തം തരണേ അല്ലാ. 9 മക്കളെ പ്രസവിച്ച ആ ഉമ്മ ആ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ വിറക് കൊള്ളി പോലെയാണ് കിടക്കുന്നത്. അവരുടെ ഔറത്ത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടി 2 സ്റ്റാഫുകൾ ശ്രദ്ധിക്കണം. എഴുന്നേൽക്കുമ്പോ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ശ്രദ്ധയില്ല, കാരണം അവർക്ക് അസുഖമാണ്, അവർ മറ്റൊന്നും ചിന്തിക്കൂല. അങ്ങനെ കട്ടിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോ അവരെ മുഖത്ത് എന്തൊരു സന്തോഷമാണ്. അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും, അവർക്ക് പല്ല് വൃത്തിയാക്കി കൊടുക്കും, അവരെ നഖം വെട്ടി കൊടുക്കും, അവരെ ചൂടുവെള്ളത്തിൽ തുണി വെച്ച് ഇങ്ങനെ ശരീരം പിടിച്ച് സന്തോഷിപ്പിച്ചു കൊടുക്കും. ആരുമില്ലാത്ത സമയല്ലേ, ഈ സമയത്ത് സന്തോഷം കിട്ടും എന്നാണ് ഉമ്മമാർ അന്ന് കരുതിയത്. പ്രസവിക്കുമ്പോ മരണവേദനയോടെ പ്രസവിക്കുമ്പോ ഉമ്മയും കരുതിയിട്ടുണ്ടാവും, എത്ര വേദനിച്ചാലും എന്റെ മക്കൾ എനിക്കുണ്ടാവുമല്ലോ എന്നാണ്. അങ്ങനെ എത്ര ആളുകൾ ഉണ്ടെന്നറിയോ,
എത്ര ആൾ കണ്ണൂർ ജില്ലയിലില്ലേ ഒരു അത്താണി, നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയില്ല. ഈ ഹിദ്മത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ സംഘടനയൊന്നും നോക്കണ്ട, അത്താണിയൊക്കെ പോയി സന്ദർശിച്ചോളൂ. ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. നമ്മളൊക്കെ എത്ര ആളുകളാണ് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, എത്ര ആളുകൾ. ഞാൻ ഈ തിരുവോണത്തിന്റെ സമയത്ത് സ്നേഹസാഗരത്തിലെ ഇതര മതത്തിൽപ്പെട്ട രോഗികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പഠിച്ചത്, അങ്ങനെയാണ്. അവരുടെ ആഘോഷമാണ് അത്. മൊത്തത്തിൽ കേരള ഉത്സവമാക്കി മാറ്റി താത്തമാരൊക്കെ വടംവലിക്കൊക്കെ ഇറങ്ങിപ്പോയത് അത് നിങ്ങളുടെ മണ്ടത്തരാണ്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പാവങ്ങള്. അത് ഈ അടുത്ത സമയത്താണ് ആഘോഷമായത്. ഇനി അതിങ്ങനെ ഉത്സവം വലിയ ഉത്സവമായിട്ട് തന്നെ മാറും. പക്ഷെ അത് എല്ലാ മതസ്ഥർക്കുള്ള ഉത്സവമാണെന്നൊക്കെ പറയുന്നത് മണ്ടത്തരാണ്, അറിയാത്തതുകൊണ്ടാണ്. അങ്ങനൊന്നുമില്ല. അതിനൊക്കെ ഒരു പ്രത്യേക ചരിത്രവും ഒരു പ്രത്യേക ഫൗണ്ടേഷനും ഒക്കെ ഉണ്ട്. അപ്പോ ആ സ്ഥാപനത്തിൽ ചെന്ന് അവിടുത്തെ ഉമ്മമാരെ അമ്മമാരെയൊക്കെ പുറത്തിറക്കി അവരെ കൊണ്ട് കുറെ പാട്ടൊക്കെ പാടിപ്പിച്ചു. ഒരമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതെന്നറിയോ? മക്കൾ വലിച്ചെറിഞ്ഞിട്ട് പോലും ആ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതെന്നറിയോ? ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണ്ണേന്ദു തന്റെ നിലാവോ. അമ്മ പാടുകയാണ്, മക്കളെ അടിച്ചിറക്കി അമ്മ പാടുകയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടം മക്കളെ പാടി ഉറക്കിയ പാട്ട്, അവർക്ക് ഏറ്റവും ഇഷ്ടം മക്കളെ പാടി ഉറക്കിയ പാട്ടാണ്. ഏത് അമ്മക്കാണ് മക്കളെ വെറുക്കാൻ പറ്റുക? ഏത് ഉമ്മാക്കാണ് മക്കളെ വെറുക്കാൻ പറ്റുക? അടിച്ചാലും ഇടിച്ചാലും ഉപദ്രവിച്ചാലും കൊണ്ടെങ്ങനെ കിടക്കും. ഉമ്മായെ കരയിപ്പിച്ച മക്കള് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരണപ്പെടുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു മരണം അവർക്ക് ലഭിക്കൂല, അങ്ങനെ ഒരു മരണം അവർക്ക് ലഭിക്കൂല. രണ്ടാമത് മരിക്കുന്ന സമയം കിട്ടേണ്ട ഏറ്റവും വലിയ സഹായമേതെന്നറിയോ? ഏറ്റവും വലിയ സഹായമേതെന്നറിയോ? ഏറ്റവും വലിയ സഹായമേതെന്നറിയോ? ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു കൊടുക്കും ചില ആശിഖീങ്ങൾക്ക്. അല്ലാഹുവേ, ഞങ്ങളെ നീ അതിൽ ചേർക്കണേ റബ്ബേ, ഞങ്ങളെ നീ അതിൽ ചേർക്കണേ റബ്ബേ. അവസാന അത് കിട്ടിയാൽ ലക്കാണ്, രക്ഷപ്പെട്ടില്ലേ? അവസാന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റണം, പുഞ്ചിരി അങ്ങനെ വിടരും. അസ്രായിലൊക്കെ ആ സമയത്ത് മറക്കും, കണ്ണും തീപാറുന്ന കണ്ണും റൂഹ് പിടിക്കുന്ന വേദന ഒക്കെ പോവാം. ആരെ കണ്ടാലാ പോവാം. താരാജാലം താഴെ വരുന്നൊരു തോഹനിലാമൊളിയേ, പാരാവാരം തേനൊഴുകുന്നൊരു സ്നേഹമുഖം തെളിയേ, സ്വരമൊരു സ്വർഗപ്പൂന്തോട്ടം സുഖരസമത് കേൾപ്പൂ, സാന്ത്വനമൊഴുകുമാ നോട്ടം സൽഗുണമേ പൂക്കൂ, തിരുദേഹം ചന്തമിൽ ചന്ദനഗന്ധ മികന്ത സുഗന്ധമതേ, മികന്ത സുഗന്ധമതേ, മികന്ത സുഗന്ധമതേ. ഈ ആലപ്പുഴയില് SOSന്റെ ഒരു പിന്നെ ആമിലയുടെ ഒരു വലിയ പരിപാടിയുടെ സമാപനം ഇഷ്ക് മജ്ലിസിന് രാത്രിയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ ഈ സംഘടനാ പരിപാടിക്ക് പോകുമ്പോ കുറച്ച് ആത്മാർത്ഥത കുറച്ചേ ചെയ്യലുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. പിന്നെ അതിൽ നിന്ന് ഊരി വരാൻ വലിയ പാടാ, പിന്നെ ഒന്നിനും സമയം കിട്ടൂല. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോ അത് വേണ്ട, പറ്റുന്ന വിധത്തിൽ എന്നെ കൊണ്ട് ചെയ്യാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യില്ല. ഏത് പരിപാടിക്ക് വിളിച്ചാലും എനിക്കറിയാം അങ്ങനെ ഒരു കുരുക്കിലിടാനുള്ള പരിപാടിയാണ്. പിന്നെ നമുക്ക് രക്ഷപ്പെട്ട് മാറാൻ പറ്റൂല. അതിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് സംഭവം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, പക്ഷെ എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മുടങ്ങും. ഞാൻ ഒരു കാര്യം ചെയ്താൽ അതിലിങ്ങനെ അഡിക്റ്റായി പോകും. ഇപ്പൊ തിരുവനന്തപുരത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് അൽഹംദുലില്ലാഹ് ഇപ്പൊ പുറകിൽ നിൽക്കുകയാണ്. SKSF SOS മുമ്പിൽ നിർത്തിയിട്ട് ആദ്യം തുടങ്ങുമ്പോൾ ഞാൻ തന്നെ പോസ്റ്റർ അടിച്ച്, ഞാൻ തന്നെ പ്രസംഗിച്ച്, ഞാൻ തന്നെ എന്റെ പോസ്റ്റർ ഒട്ടിക്കായിരുന്നു. അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അവര് അൽഹംദുലില്ലാഹ് ഉഷാറായി. അപ്പൊ നമ്മളൊന്ന് പുറകിൽ നിന്ന് കുറച്ച് സാമ്പത്തിക സഹായിച്ചാൽ അൽഹംദുലില്ലാഹ് റാഹത്താവും. അപ്പൊ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഇഷ്ക് മജ്ലിസിൽ അങ്ങനെ ആത്മാർത്ഥത കുറയ്ക്കാൻ പറ്റൂലല്ലോ. അപ്പൊ രാത്രി ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മദ്ഹൊക്കെ പാടി
ഞാനാകുമ്പോ പിന്നെ പാടാൻ വേറെ ആളെ കൊണ്ടുപോകണ്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ തന്നെ പാടി ഞാൻ തന്നെ ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ ഇരുന്നു. ലാസ്റ്റ് പ്രസംഗം കഴിഞ്ഞ് വണ്ടിക്കകത്ത് കയറുമ്പോ ഇരുട്ട് തന്നെയാണ്. അടുത്ത ഓണംപള്ളി ഉസ്താദിന്റെ ഒരു സംസാരമുണ്ട്. അപ്പൊ അതിനിടയിൽ അവർക്കൊന്നും ഒരു അങ്കലാപ്പാവണ്ടെന്ന് കരുതി പതിയെ ഇങ്ങ് പുറത്തിറങ്ങി വാഹനത്തിനകത്ത് കയറുമ്പോ വരുന്നുണ്ട് ഒരു സഹോദരൻ. കരഞ്ഞിട്ടുണ്ടല്ലോ, കരഞ്ഞ് കരഞ്ഞ് കണ്ണു ചുമന്നിട്ടുണ്ട്. ഓടി വന്ന് വാഹനത്തിന്റെ അകത്തേക്ക് കയറാണ്. അപ്പൊ സംഘാടകരും നോക്കി, ഞാൻ പറഞ്ഞു റോഡിലേക്ക് നിർത്താൻ നിന്ന് റോഡിലേക്ക് നിർത്തി റോഡിൽ വന്ന് കയറി കുറച്ച് ദൂരം ഒരു 10 മിനിറ്റോളം അദ്ദേഹം വണ്ടിക്കകത്തിരുന്നു. 7 പ്രാവശ്യം അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട ചെറുപ്പക്കാരനാണ്. 7 പ്രാവശ്യം. ഇതുവരെ മക്കത്ത് പോയിട്ടില്ല, ഇതുവരെ മദീനത്ത് പോയിട്ടില്ല. 7 പ്രാവശ്യം ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട ആളാണ്. കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പറഞ്ഞു, ഉസ്താദ് മദ്ഹ് എഴുതിയിട്ട് കുറെ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുമ്പോ ഈ പൈസ അതിന് വേണ്ടി ചിലവഴിക്കണം. ഞാൻ പറഞ്ഞു അത് മാത്രം നടക്കൂല, ഈ പൈസ സ്നേഹസാഗരത്തിന് കൊടുക്കാം. ഞാനൊരു ചെറിയ ഹിഫ്ള് ഖുർആൻ കൂടെ നടത്തുന്നുണ്ട്, അതിന് കൊടുക്കാം. മദ്ഹ് പാട്ട് എഴുതി കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്നതിൽ ഈ പൈസ എനിക്ക് വേണ്ട, കാരണം അത് എന്റെ നീയത്താ. അതിനെത്ര പൈസ ഞാനാ ചെലവഴിക്കാം. പാടുന്ന കുട്ടിക്ക് ഞാനാ കൊടുക്കുക, റെക്കോർഡിങ്ങിന് എല്ലാത്തിനും ഞാൻ. ആര് എത്ര വലിയ മുതലാളി പാടിയാലും ശരി, എത്ര പാവപ്പെട്ട പാടി, അതിന് ഞാൻ കൊടുക്കുന്നത് ആര് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ സുബൈർ മാസ്റ്റർ ഉണ്ടല്ലോ, ഇവിടുത്തെ തന്നെ, അദ്ദേഹം ദ്വാ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. എന്റെ നാട്ടിലേക്ക് എന്റെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒക്ടോബർ 27 ബുക്ക് ചെയ്തിരിക്കുക. അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം മമ്മാലിയുടെ പാട്ടും. മമ്മാലിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവനൊക്കെ കുറെ പാട്ട് ഇങ്ങനെ കൊടുത്ത് പാടിപ്പിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പൊ പൈസ അങ്ങോട്ടാ കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങലല്ല. ചില ആളുകൾ പറയും ഉസ്താദെ 2 പാട്ട് എഴുതി തരുമോ, പൈസ ഞങ്ങൾ ഇങ്ങോട്ട് തരാം. പൈസ അങ്ങനെ വാങ്ങിയുള്ള ആ പരിപാടിക്കേ നിൽക്കൂല. ഉഹുദ് മലയോളം പണം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്റെ മുത്തറസൂലിന്റെ മദ്ഹ് പറയുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് അത് കാണുകയാണ്. അത് കബൂലാകാൻ വേണ്ടി ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരും സയ്യിദന്മാരും ഈ മുത്തഅല്ലിമീങ്ങളായ നിങ്ങളും കബൂലാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് മനസ്സറിഞ്ഞ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മദ്രസകളിൽ മക്കൾ മദീനാപുരി പാടുമ്പോ, മഞ്ഞും മഴയും മഴവില്ലും പാടുമ്പോ, കണ്ണായ നബിയെ പാടുമ്പോ, മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും പാടുമ്പോ, അൽഹംദുലില്ലാ സന്തോഷാണ്. അല്ലാഹുവേ നീ കബൂലാക്കു പടച്ചോനെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ആ പൂനിലാവ് ഞങ്ങളെ തഴുകി തലോടണേ അല്ലാ. 2 കാര്യങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണലാണ്. റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരും പുരുഷന്മാരൊക്കെ എഴുന്നേറ്റ് നിൽക്ക്, ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.